ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന ഒരു വചനമുണ്ട്. ഒരാഴ്ച മുഴുവൻ അത് ദൈവസ്ഥനിൽ ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകി. വളരെ സുപരിതമായൊരു വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. റെവലേഷൻസ് ചാപ്റ്റർ 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. വചനം കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ പാടിയതുപോലെ ജയാളി ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാൻ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. വചനം കൃത്യമായി പഠിക്കുമ്പോൾ ഒടുവിൽ, വെളിപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ്. ഒടുവിൽ ഈ ഭൂമിയിൽ വെളിപ്പെടുന്ന 2 കൂട്ടം ജനമുണ്ട്. ഒന്ന് ജയിച്ചവർ, ഒന്ന് തോറ്റവർ. ഇത് മാത്രമാണ് ഈ ഭൂമിയിൽ വെളിപ്പെടുന്ന അനുഭവം. സ്തോത്രം. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. 2 കൂട്ടം ആളുകളായിട്ട് ഈ ലോക ജനതയെ ദൈവം സെപ്പറേറ്റ് ചെയ്യും. ഒന്ന് ജയിച്ചവർ, ഒന്ന് തോറ്റവർ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ക്ലെയിം ചെയ്യുന്നവരാണ്. എന്താണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്? ഞങ്ങള് മഹാപാരമ്പര്യമുള്ളവരാണ്, ഞങ്ങൾ ഇന്ന സഭയിലുള്ളവരാണ്, ഞങ്ങൾ ഇന്ന കുടുംബത്തിലുള്ളവരാണ്, ഞങ്ങൾ ഇന്ന നാഷണാലിറ്റി ഹോൾഡ് ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഇന്ന ഒറിജിനാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. വലിയ ബ്രാഹ്മണന്മാരിൽ ഞങ്ങൾ കൺവേർട്ടായവരാണ്, ഞങ്ങളങ്ങ് സിറിയയിൽ നിന്ന് വന്നവരാണ്. നമുക്ക് ക്ലെയിം ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇന്ന കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഇത്ര വർഷ പഴക്കമുള്ള കുടുംബത്തിൽ ജനിച്ചവരാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളെ ഓരോ ഘട്ടം ഘട്ടമായി നിയമിക്കുമ്പോഴും, ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് നടന്ന ഒരു എക്സാമ്പിൾ നോക്കിയാൽ, കേരളത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. LDF എന്ന് ക്ലെയിം ചെയ്യുന്ന കുറച്ച് പേർ, UDF എന്ന് ക്ലെയിം ചെയ്ത കുറച്ച് പേർ, ND എന്ന് ക്ലെയിം ചെയ്ത കുറച്ച് പേർ, എല്ലാം പല ഗ്രൂപ്പുകളുടെ ഭാഗമായി നിൽക്കുന്നെങ്കിലും മെയ് 2-ാം തീയതി കഴിയുമ്പോൾ 2 കൂട്ടർ മാത്രമേ കാണുകയുള്ളൂ, ജയിച്ചവരും തോറ്റവരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾ എന്തെല്ലാം ക്ലെയിം ചെയ്താലും, നിങ്ങൾ ഏതെല്ലാം അനുഭവത്തിലൂടെ കടന്നുപോയാലും, നിങ്ങൾ എന്തെല്ലാം ഉയർത്തിപ്പിടിച്ചാലും, ആമേൻ സ്തോത്രം, അവസാനമായി നിങ്ങൾ എത്തിച്ചേരുന്ന ഇടം ഒന്നുകിൽ ജയിച്ചവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ തോറ്റവരുടെ കൂട്ടത്തിൽ. സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ക്ലെയിം ചെയ്യുന്നത് ഒന്നും ഈ ഒരു അവസ്ഥ നിങ്ങൾ എത്തിക്കുകയില്ല. ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ പരിശോധിക്കേണ്ടത്, ഞാൻ ജയിച്ച ആളുടെ കൂട്ടത്തിലാണോ, അതോ ഞാൻ തോറ്റ ആളുടെ കൂട്ടത്തിലാണോ? ജയാളികളുടെ കൂട്ടത്തിലാണോ ഞാൻ, അതോ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ ഞാനെന്ന് പരിശോധിക്കണം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ, ജനസിസ് 1:27, 31-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കൂട്ടരെ ദൈവം അവിടെ സൃഷ്ടിച്ചതായി കാണുവാൻ കഴിയുന്നു. ഒന്ന് വായിക്കാം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം ക്രിയേറ്റ് ചെയ്തതിന് 2 ഗ്രൂപ്പിനെയാണ്. ഒന്ന് മെൻ ആൻഡ് വുമൻ. ബാക്കി ഈ ഭൂമിയിൽ കാണുന്ന സകല ഗ്രൂപ്പുകളും മനുഷ്യനിർമ്മിതമാണ്. ഭൂമിയിൽ സൃഷ്ടിച്ചത് ആണും പെണ്ണുമാണെങ്കിലും ഒടുവിൽ വരുമ്പോൾ ആണും പെണ്ണുമായിട്ടല്ല ന്യായം വിധിക്കുന്നത്. ഒടുവിലെത്തുമ്പോൾ ആണും പെണ്ണുമായിട്ടല്ല ദൈവം അവരെ കാണുന്നത്, ജയിച്ചവനും തോറ്റവനുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ആണായി പിറന്നത് കൊണ്ടോ പെണ്ണായി പിറന്നത് കൊണ്ടോ ഇതിലൊന്നായി തീരുവാൻ നമുക്ക് തടസ്സമില്ല. സ്തോത്രം. ആണുകൾ കൊടുത്ത ദൈവീയ ഉത്തരവാദിത്വവും സഹോദരിമാർ കൊടുത്ത ദൈവീയ ഉത്തരവാദിത്വവും വ്യത്യസ്തമാണ്. നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയുമെങ്കിലും ഒടുവിൽ കർത്താവിന്റെ കണ്ണിൽ നോക്കുമ്പോൾ കർത്താവ് നിങ്ങളെ കാണുന്നത് ഒന്നുകിൽ നിങ്ങൾ ജയാളികളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂടെ. ദൈവത്തിന് മഹത്വം. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. സ്തോത്രം. നമ്മൾ
കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, മനുഷ്യർ നോക്കുന്നത് സഭയിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ എങ്ങനെ നോക്കുന്നുവെന്നും ദൈവം എങ്ങനെ നോക്കുന്നു നമ്മളെ കർത്താവ് പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഒടുവിൽ കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കൂട്ടം അനുഭവത്തെയാണ്. അവിടെ ഈ ഭൂമിയിൽ നീ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനും നിങ്ങളും ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉയർച്ചകളും ഉന്നതികളും അല്ലെങ്കിൽ ഉന്നത ഭാവങ്ങൾക്കും നിങ്ങളെ ജയാളിയാക്കുവാൻ കഴിയുകയില്ല. വ്യക്തിപരമായി വചനപ്രകാരം ജീവിച്ച് ദൈവത്തിന് ഹിതമായത് ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനെ ജയിക്കുന്നവനായി സ്വർഗം കാണുവാൻ ഇടയായിത്തീരുന്നു. ആ ജയിക്കുന്നവന് എന്നോടുകൂടി ഇരിപ്പാൻ ഞാൻ വരം നൽകുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച് കേൾപ്പിച്ചു. അപ്പൊ രണ്ട് കൂട്ടരെ ഇന്നുതൊട്ട് നിങ്ങളുടെ മരണം വരെ, അതല്ല കർത്താവിന്റെ വരവാണ് ആദ്യമെങ്കിൽ, ഈ രണ്ട് വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കണം. ജയിച്ചവരുടെ കൂട്ടം, തോറ്റവരുടെ കൂട്ടം. ഞാൻ ആരുടെ പക്ഷത്താണ്? ജയിച്ചവരുടെ കൂടെയോ അതോ തോറ്റവരുടെ കൂടെയോ? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ ഇടയായി തീരേണ്ടത്. സ്തോത്രം. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? ജയിച്ചവരുടെ കൂടെ ആയിരിക്കണം. ദൈവത്തിന് മഹത്വം. എങ്ങനെ ജയിച്ചവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ കഴിയും? ഹൗ ക്യാൻ ബി വിക്ടോറിയസ്? എങ്ങനെ നമുക്ക് ജയിക്കുവാൻ കഴിയും? ഫിലിപ്പി ലേഖനം ഫിലിപ്പിയൻസ് 3:14. ഹൗ വി ക്യാൻ ബി വിക്ടോറിയസ്? ഫിലിപ്പിയൻസ് 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഡിഫൈൻ ഡെസ്റ്റിനി. ദൈവം നമുക്കൊരു ഡെസ്റ്റിനി വെച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ചേരുന്നവനാണ് വിക്ടോറിയസ്. സ്തോത്രം. ആ ദൈവത്തിന്റെ ഡെസ്റ്റിനി റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ വിചാരങ്ങളും വഴികളുമല്ല എൻ്റെ വിചാരങ്ങൾ എന്ന് പഠിപ്പിച്ച ദൈവം പറയുന്നു, ദൈവത്തിന്റെ പരമവിളിയുടെ ഒരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. അത് ദൈവം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ. അപ്പൊ പൗലോസ് പറയുകയാണ്, പിമ്പിലുള്ളത് ഞാൻ മറന്നു, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഡെസ്റ്റിനിയും ഒക്കെ ഞാൻ മറന്നിട്ട് മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക് പോകുവാനായി അവിടെ വിക്ടോറിയസ് ആയി തീരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ വാക്യത്തിനാണ് പറയുന്നത്. ഒന്നുകൂടെ വായിച്ചേ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആഞ്ഞും കൊണ്ട് ഐ പുഷ് മൈ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം യു ഹാവ് ടു റിയലൈസ് ദി ഗോഡ്സ് ഡിഫൈൻ ഡെസ്റ്റിനി. ജയാളിയായി തീരണമെങ്കിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനം നീ കണ്ടേ മതിയാകൂ. നീ അത് മനസ്സിലാക്കിയേ മതിയാകൂ. ലക്ഷ്യമില്ലാതെ ഓടുന്നവനായി തീരരുത്. നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നവനായി തീരരുത്. നീ ആയിത്തീരേണ്ടത് ഗോഡ്സ് ഡിഫൈൻ ഡെസ്റ്റിനി എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്റേതെല്ലാം ഞാൻ മറക്കുകയാണ്, കഴിഞ്ഞ കാലം ഞാൻ മറക്കുകയാണ്. There is a God defined destiny. എനിക്ക് അവിടെ എത്തിച്ചേരണം. സ്തോത്രം. അപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനം റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് വിക്ടോറിയസ് ആകുവാൻ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് 1 Corinthians chapter 9 24 and 25. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-25 വായിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവരൊക്കെ സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. സ്തോത്രം. പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. നീ ലക്ഷ്യസ്ഥാനം കണ്ടു, പക്ഷേ അത് പ്രാപിക്കണമെന്നൊരാഗ്രഹമില്ല. ഇവിടെ പറയുന്ന ഒത്തിരി പേര് ഓടുന്നുണ്ട്, പക്ഷേ യു നീഡ് എ സ്ട്രോങ് ഡിസിഷൻ. എനിക്കത് പ്രാപിച്ചേ പറ്റൂ. അങ്ങനെ ഡിസിഷന് ഗുണമുണ്ട്. അതറിയാമോ? നീ പിന്നെ മറ്റൊരുവന്റെ മുഖത്ത് നോക്കത്തില്ല, മറ്റൊരുവനെ നീ ബ്ലെയിം ചെയ്യില്ല,
മറ്റൊരുവിനെ നീ റോൾ മോഡൽ ആക്കുകയില്ല. ബിക്കോസ് യു വാണ്ട് ടു അറ്റൈൻ ദാറ്റ് സ്പിരിച്വൽ ഡെസ്റ്റിനി. അപ്പൊ ഞാനത് പ്രാപിച്ചേ മതിയാകൂ എന്നുള്ള ഡിസിഷനോടുകൂടെ നീ ഓടിയെങ്കിൽ മാത്രമേ വിക്ടോറിയസ് ആയി തീരുകയുള്ളൂ. അപ്പം ഇവിടെ പറയുന്നു, ഒന്നുകൂടെ വായിച്ചേ, 9, 24, 25 വായിച്ചേ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. അംഗം പൊരുതുന്നവനൊക്കെ സകലത്തിൽ എന്ത് ചെയ്യുന്നു? വർജനം, സെൽഫ് കൺട്രോൾ. എനിക്ക് ജയിക്കുവാൻ വേണ്ടി എന്തെല്ലാം ഞാൻ ഉപേക്ഷിക്കണമോ, എന്തെല്ലാം വേണ്ടെന്ന് വെക്കണമോ, എന്തെല്ലാം ഞാൻ ചെയ്യണമോ, അത് മുഴുവൻ അവൻ ചെയ്യും. അവന്റെ ഡിസിഷൻ എന്താണ്? എനിക്ക് ലക്ഷ്യസ്ഥാനം എത്തണം. ആ മനോഭാവത്തോടെ നമ്മൾ ഓടുന്നത്. സ്തോത്രം. നമ്മൾ എന്തിനു കാത്തിരിക്കുക? അടുത്തൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? ദൈവദാസന്മാര് മെതിവണ്ടി കൊണ്ടുവന്ന് തള്ളി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അടുത്തൊരു കൈവപ്പിന് വേണ്ടി കാത്തിരിക്കുക. സ്തോത്രം. അവരെ വിളിക്കാറുണ്ട് ജാക്കി ചാൻ വിശ്വാസികൾ. ജാക്കി വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? അവരെ കൊണ്ടുപോകാൻ. തളർന്നിരിക്കുക. ദേവദാസന്മാർ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വേണം കൊണ്ടുവരാൻ. ഇവിടെ ആമൻ ജയിക്കുവാൻ മനസ്സുള്ളവൻ, അവനെ കുറിച്ച് പറയുന്നു, ഹി ഈസ് സെൽഫ് മോട്ടിവേറ്റഡ്. എനിക്ക് ജയിച്ചേ പറ്റൂ, അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യുവാൻ മനസ്സുള്ളവനാണ് ആമേൻ ജയാളിയായി തീരുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം 2 കാര്യങ്ങൾ നമ്മൾ ഓർപ്പിച്ചു. റിയലൈസ് ദ ഗോഡ്സ് ഡിഫൈൻഡ് ഡെസ്റ്റിനി. ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. എന്താണ്? ഞാൻ ലക്ഷ്യസ്ഥാനം എത്തുക തന്നെ ചെയ്യും, എനിക്കത് എത്തണം എന്നുള്ളൊരു ഡിസിഷൻ നിന്റെ ലൈഫിൽ ഉണ്ടാകണം. ഈ 2 കാര്യങ്ങൾ നടക്കണം. മൂന്നാമത് അവൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതുകൂടെ പറയട്ടെ, പറയാതിരിക്കാൻ കഴിയില്ല. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 17, 18. എക്സോഡസ് ചാപ്റ്റർ 32, 17 and 18. ജനം ആർത്ത് വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനവൻ, ജയിച്ച ആർത്ത് വിളിക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ശബ്ദം, ഭയങ്കര നൃത്തം, ഭയങ്കര ആഘോഷം. മോശ പറയുകയാണ്, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ലത്. അടുത്ത പറയുന്നു, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല. ഇതിങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഈ കാളക്കുട്ടി ആരാധിക്കുന്നവരുടെ ഇടയിൽ ദൈവത്തിന് തൻ്റെതായി വേർതിരിക്കേണ്ട ജനം നിൽക്കുന്നത് കൊണ്ട് തോറ്റവരായി കാണുവാൻ സ്വർഗീയ പിതാവ് അപ്പോഴും ആഗ്രഹിച്ചില്ല. മനസ്സിലാർക്ക ദൈവത്തെ സ്തുതിക്കുക. പിന്നീട് കേൾക്കുന്നു, മോശ പറഞ്ഞ് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കുവാൻ പറയുമ്പോൾ അവിടെ വെട്ടി 3000 പേർ വീഴുന്നു. ആമേൻ. ലേവ്യർ ഗണം യഹോവയുടെ പക്ഷത്തേക്ക് അവർ മാറുന്നു. സ്തോത്രം. ഈ ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാരണം എന്തെന്നറിയാമോ? വിളിക്കപ്പെട്ടവൻ, വേർപെടേണ്ടവൻ കാളക്കുട്ടിയുടെ ഘോഷത്തിൽ പോയി നിന്നതുകൊണ്ട് അവൻ വിചാരിച്ചു അത് ജയത്തിന്റെ ഘോഷമാണെന്ന്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഭൂമിയിലെ ഡിഫൈൻ ചെയ്ത ജയങ്ങളൊന്നും പിതാവിന്റെ കണ്ണിൽ ജയങ്ങളല്ല. പലപ്പോഴും പ്രാർത്ഥനയുടെ നടുവിൽ തളർന്നു പോകുന്ന ഒരു ചിന്ത ഞാൻ പറയുവാൻ ദൈവാത്മാവ് പറയുന്നു. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും കർത്താവിനോട് നിന്നിട്ടും എന്തുകൊണ്ട് കഷ്ടതയും നിലവിളിയും പ്രതികൂലങ്ങളും? ഇതൊന്നുമില്ലാത്തവർ, ഇങ്ങനെയൊന്നും ആകാത്തവർ സന്തോഷത്തിലും സമാധാനത്തിലും അവർ സമ്പന്നതയിലും ജീവിക്കുന്നു. വാസ്തവത്തിൽ അവരല്ലേ ഭൂമിയിൽ ജയാളികൾ എന്ന് ചിന്തിക്കുന്ന പൈശാചി ചിന്തകൾ അനേക തവണ നമ്മുടെ ആത്മമണ്ഡലത്തൂടെ കടന്നു പോകാറുണ്ട്. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, ക്രിസ്തുവിനെ നേടിയവനാണ് ജയാളി. ക്രിസ്തുവിനെ നേടിയവൻ സകലത്തെ നേടിയിരിക്കുന്നു.
ഈ ഭൂമിയിൽ കാണുന്ന ആഘോഷങ്ങളും, ഈ ഭൂമിയിൽ കാണുന്ന ശബ്ദങ്ങളും, ഈ ഭൂമിയിൽ കാണുന്ന വിജയങ്ങളും ആമേൻ മനുഷ്യരുടെ കണ്ണിൽ വിജയങ്ങളായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ അത് വിജയങ്ങളല്ലെന്ന് നീ തിരിച്ചറിയണം. പലരുടെയും വിചാരം നല്ല ജോലിയും നല്ല വീടും നല്ല കാറും നല്ല സ്വത്തുമുണ്ടെങ്കിൽ നീ ജയിച്ചവനാണെന്ന്. ഇല്ല ദൈവത്തിലെ, ദൈവത്തിന്റെ കണ്ണിൽ നീ ജയാളിയാകണമെങ്കിൽ ദൈവിക ലക്ഷ്യമുള്ളവനായിരിക്കണം, ദൈവ ലക്ഷ്യത്തിനായി ആഗ്രഹിക്കുന്നവനായിരിക്കണം, ദൈവ ലക്ഷ്യത്തിനായി സകലതും പ്രവർത്തിക്കുന്നവനായിരിക്കണം. സ്തോത്രം. ഈ ഭൂമിയിലെ നന്മ കണ്ടിട്ട് ജയമാണെന്ന് കരുതുന്ന മൂഢനായ ആത്മമനുഷ്യ, നിന്നെ ശത്രു പരാജയപ്പെടുത്തരുത്. സ്തോത്രം. ഹല്ലേലൂയ. ജയിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ വഴിയിൽ, ക്രിസ്തു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക്, ക്രിസ്തു ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നിന്നെ തന്നെ തട്ടി ഉണർത്തുന്നവനായി നീ മാറണം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി നിന്നോട് പറയുന്നു, നിന്നെ കാണുവാൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത് ജയാളിയുടെ കൂട്ടത്തിലാണ്. നീ ജയിച്ചവന്റെ കൂട്ടത്തിലായിരിക്കണം. സ്തോത്രം. ശത്രു പറയും, നിനക്കെല്ലാം ഉണ്ടല്ലോ, നല്ല വീടില്ലേ, സ്വത്തില്ലേ, ജോലിയില്ലേ, നല്ല വാഹനമില്ലേ, നല്ല വിദ്യാഭ്യാസമില്ലേ, നല്ല കഴിവില്ലേ, എല്ലാമില്ലേ, നീ ജയാളിയാണ്. പക്ഷെ ഓർക്കുക, നീ ഓടുന്നത് എങ്ങോട്ടാ? 6 അടി മണ്ണിലേക്കോ, അതോ 6 അടി മണ്ണിൽ നിന്ന് ക്രൂശിലൊരുക്കിയ പുതുവഴിയിൽ നിന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രനോടിരിക്കുവാനുള്ള ആ സ്വർഗീയ അനുഭവത്തിലേക്കോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. ഈ വചനം കേൾക്കുന്ന ഓരോ മനുഷ്യനും ശോധന ചെയ്യണം. ഇന്ന് കർത്താവ് വന്നാൽ, ഇന്ന് ഞാൻ മരിച്ചുപോയാൽ ഞാൻ ആരുടെ കൂട്ടത്തിലാണ്? ജയിച്ചവന്റെ കൂട്ടത്തിലാണോ, അതോ തോറ്റവരുടെ കൂട്ടത്തിലാണോ? സ്തോത്രം. ഹല്ലേലൂയ. ജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ നിന്റെ ആഗ്രഹങ്ങളും ചിന്തകളും മാറ്റിവെച്ചിട്ട് ഗോഡ്സ് ഡിഫൈൻ ഡെസ്റ്റിനി കാണുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിലേക്ക് നിന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക, അതിലേക്ക് നിന്നെ തന്നെ നീ പുഷ് ചെയ്യുക. ആഞ്ഞും കൊണ്ട് ഞാനത് നേടും, എനിക്കത് നേടിയേ പറ്റുമെന്നുള്ള തീരുമാനത്തോടെ മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാ നിന്നെ സഹായിക്കട്ടെ. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു വിക്ടോറിയസ് ലൈഫിലേക്ക് വരുവാൻ കഴിയുന്നില്ല? Why we are not able to be in a victorious path? ജയാളികളുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അതുകൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. മാത്യു ചാപ്റ്റർ 22, 1-3. Why we are not becoming victorious? Why we cannot lead a life in victorious path എന്ന് പഠിക്കാൻ കഴിയും. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ റീസൺ നീ കാര്യം ഓർക്കണം. നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ ജോലി സ്ഥലത്ത് മറ്റാരുടെ മേലും ഇല്ലാത്തൊരു പരിശുദ്ധാത്മ നിയോഗം നിന്റെ മേൽ വന്നതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ നീ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാടിയില്ലേ? ആദ്യം എന്താ പാടിയത്? ഞാൻ തേടി പോകവല്ലേ, അവനെ തേടി വന്നാറയ്യ. ഞാൻ അന്വേഷിച്ച് പോയതല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നതാണ്. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ നിയോഗം, ആ ഹെവൻലി ഇൻസ്പിറേഷൻ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിന്റെ മേൽ വരുന്നതിന്റെ വാല്യൂ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ജയാളിയാകുവാൻ നിനക്ക് കഴിയാത്തത്. സ്തോത്രം. അതിന്റെ 3-ാം വാക്യം വായിച്ചേ. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. ആരാണ് വിളിച്ചത്? എന്തിനാണ് വിളിച്ചത്? ആ വിളി കേട്ട് അനുസരിച്ചാൽ അതിലെ നന്മ എന്ത്? ഇതൊന്നും നിനക്ക് റിയലൈസ് ചെയ്യാൻ കഴിയാത്തതാണ് നിനക്ക് ജയാളിയായി തീരുവാൻ കഴിയാത്തത്. സ്തോത്രം. മറ്റാർക്കുമില്ലായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ നീ പ്രാർത്ഥനയിൽ എത്തിച്ചേർന്നു. ഈ ദൈവത്തോട് സ്നേഹം നിന്റെ ഉള്ളിൽ വന്നു. എന്തുകൊണ്ട്?
the majority declining the word of God, majority don't realizing the love of God. നിന്റെ മേൽ അത് വന്നതിന്റെ കാരണം ഒരു നിയോഗം നിന്റെ മേൽ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഒരു നിയോഗം നിന്റെ മേൽ ഉണ്ടായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയ നിന്നോട് യുദ്ധം, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ നശിപ്പിച്ചു കളയുവാൻ. എന്നാൽ ഓർത്തുകൊള്ളുക, അവിടെയും ഒരു നിയോഗം നിന്റെ മേൽ വന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലം വരെ നീ ജീവനോടിരിക്കുന്നു. ഇന്ന് പകൽ നീ തിരിച്ചറിയേ, പരിശുദ്ധാത്മ നിയോഗത്തിന്റെ പിൻപിൽ ഒരു വലിയ ദൈവിക നന്മയുണ്ട്. We are not able to realize the value of the heavenly inspiration. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രനിൽ വന്നതിന്റെ വില നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഇത് രണ്ടാമത്തെ ഭാഗം എന്താണെന്നറിയാമോ? ദാസന്മാരെ പറഞ്ഞയച്ചത്. സ്തോത്രം. ഇന്ന് ദൈവദാസന്മാർ വചന സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തിനനുസരിക്കുവാൻ ദൈവത്തെ പ്രബോധിപ്പിക്കുമ്പോൾ പലരുടെയും എന്താണ് ചിന്തതറിയാമോ? പാസ്റ്റർമാരോ എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുകയില്ല, ദൈവനോട് നേരിട്ട് പറയണം. ദൈവം നേരിട്ട് പറഞ്ഞതാണ് ഈ ദൈവവചനം. ആ വചനമാണ് നിന്നോട് പറയുവാൻ ഒരു ശരീരത്തെ ദൈവം ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിൽ പറഞ്ഞ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നിന്നോട് പറയുവാൻ ഇനി സ്വർഗീയ പിതാവ് ഇറങ്ങി വരികയില്ല. നിന്റെ മനസ്സിലാകുന്ന ഭാഷയിൽ നിന്റെ കൈകൾ എഴുതി തന്നിരിക്കുക. ദാസന്മാരെ കൊണ്ട് അത് നിന്നോട് പറയിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ 5 അപ്പവും 2 മീനും കൊണ്ട ബാലകന്റെ വിഷയം പറയാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന് 5-ാം വാക്യം ഒന്ന് വായിക്കാമെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് പറഞ്ഞ് വേഗത്തിൽ പറഞ്ഞു പോട്ടെ. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഈ അവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തികളെല്ലാം എന്തുണ്ട്? യേശുവിനെ അറിയാം. സ്തോത്രം. എങ്കിലും ഫിലിപ്പോസിന് എന്താ പറഞ്ഞത്? ഇത്രയും വലിയ ജനത്തിനെ നമ്മൾ എന്ത് ചെയ്യും? എവിടെ നിന്ന് അപ്പം വാങ്ങും? സ്തോത്രം. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. യേശുവിനൊരു ഡിസിഷൻ ഉണ്ട്. അവിടെ താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ആ പ്രശ്നത്തിന് മുമ്പേ തനിക്കറിയാം. സ്റ്റിൽ ദാസനോട് പറഞ്ഞു, ഫിലിപ്പോസിനോട് പറഞ്ഞു. 8-ാം വാക്യം ഒന്ന് വായിച്ച്. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്. ഫിലിപ്പോസ് ആരോട് പറഞ്ഞു? അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസ് ആരോട് പറഞ്ഞു? അടുത്ത വാക്യം. ഇവിടെ ഒരു ബാലകനോട് പറഞ്ഞു. ഇതിന്റെ ആരംഭം എവിടെ നിന്നാ? ആരംഭം ക്രിസ്തുവിൽ നിന്നാ. ഒരു ഫിലിപ്പോസോ ഒരു അന്ത്രയോസോ നിന്റെ വീട്ടിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ബാലകരെ, നീയും നിന്റെ കയ്യിലുള്ളത് മുഴുവനും ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുമ്പോൾ ഒരു സമൃദ്ധി വെളിപ്പെടുമെന്ന് നിനക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞതാണ് നിന്റെ ജീവിത വിജയത്തിന്റെ രഹസ്യം. ഹല്ലേലൂയ. നിയോഗത്തോടെ വരുന്ന ദൈവദാസന്മാർ അറിയിക്കുന്ന അരുളപ്പാട് ദൈവത്തിനെയാണെന്ന് തിരിച്ചറിയുമെങ്കിൽ, നീ സമർപ്പിക്കുമെങ്കിൽ, ശൂന്യമായ നിന്റെ കരങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കുവാനുള്ള ഒരു നിയോഗമാണ് നിന്ന് പകൽക്കാലം നീ തിരിച്ചറിയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവം തന്റെ തീരുമാനം ദാസന്മാരെ അറിയിച്ച്, ദാസന്മാർ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ സമർപ്പിക്കുന്ന ദൈവത്തിലെ ഒരു വലിയ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുക. ഒരു കാര്യം നിന്നോട് ഓർക്കണം, ഈ 5000 പുരുഷന്മാർക്കും അവിടെയുള്ള സ്ത്രീകൾക്കും അവിടെ വന്ന കുഞ്ഞുങ്ങൾക്കും കൊടുക്കുവാൻ നിന്റെ ഉണ്ടെന്ന് കണ്ടിട്ടല്ല ദൈവം നിന്റെ അടുക്കൽ വന്നത്. സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ നടത്തുവാൻ വേണ്ടി ഒന്നുമില്ലായ്മയിരുന്ന നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപ്രവൃത്തി അത് ദേശത്തിന് വിടുതലായി മാറിയതുപോലെ ഒരു ആത്മനിയോഗം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഇറങ്ങി വരികയാ. റിയലൈസ് ദ ഹെവൻലി ഇൻസ്പിറേഷൻ. വേറെ ആളില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, ആമേൻ, കഴിവില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. ആമേൻ. ഫിലിപ്പോസിന് 200 വെള്ളിക്കാശിനേക്കാൾ ബാലകന്റെ 5 അപ്പത്തെ മാനിച്ച ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്നു, ഒന്നുമില്ലാത്ത ശൂന്യമായി നിന്നെ ഉയർത്തി മാനിപ്പാൻ ആ നിയോഗം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ തള്ളിക്കളഞ്ഞതാണ് ജയാളിയാകുവാൻ നിനക്ക് തടസ്സമായി നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആത്മനിയോഗം തിരിച്ചറിയ.
ദൈവശബ്ദം ഇനി കേൾക്കാൻ കാത്തിരിക്കരുത്. ഇഫ് യു നോ ദ ട്രൂത്ത്, സ്റ്റെപ്പ് ഡൗൺ ഫോർ ക്രൈസ്റ്റ്. നീ തീരുമാനം അറിഞ്ഞെങ്കിൽ, സത്യമാണെന്ന് ബോധ്യമായെങ്കിൽ, ഇന്ന് ഡിസിഷൻ എടുക്ക. ഞാൻ എന്റെ കർത്താവിനായി ചുവട് വെക്കാൻ പോകുകയാണ്. God is going to use you abundantly. ശക്തമായി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. നിന്റെ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, ഇല്ലാത്തത് പകർന്നു വന്ന് ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുക, മാനിക്കാൻ പോകുക, ഉപയോഗിക്കാൻ പോകുക. സ്തോത്രം. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ജനസിസ് 1:2 പറയുന്നു, പാഴും ശൂന്യമായ ഭൂമി. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പാഴും ശൂന്യമായിരിക്കുമ്പോൾ, ഇരുള് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആമേ, നീ അറിയാതൊരു ആത്മാവ് നിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഒരു ആത്മനിയോഗം നിന്റെ മേൽ വന്നുകൊണ്ടിരുന്നു. സ്തോത്രം. ഭൂമി കീഴടങ്ങി, ഭൂമി അനുസരിച്ചു. പിന്നീട് നടന്നത് നിങ്ങൾക്കറിയാമോ? അന്ധകാരം മാറി, മരങ്ങൾ വെളിപ്പെട്ടു, ഫലങ്ങൾ വെളിപ്പെട്ടു, മത്സ്യങ്ങൾ വെളിപ്പെട്ടു, മൃഗങ്ങൾ വെളിപ്പെട്ടു, സ്വന്തം സ്വരൂപം വെളിപ്പെട്ടു, ദൈവമഹത്വം ഭൂമിയിൽ വെളിപ്പെട്ടു. എപ്പോഴാണെന്നറിയാമോ? പാഴും ശൂന്യമായി ഇരുളായി നിൽക്കുമ്പോഴും, പ്രശ്നത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും, നീ അറിയാത്തൊരു നിയോഗം നിന്റെ മേൽ ഉണ്ടായിരുന്നു. നീ അറിയാത്തൊരു ആത്മസാരം നിന്റെ മേൽ ഉണ്ടായിരുന്നു. ശത്രു നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ പരിപാലിച്ചൊരു ആത്മനിയോഗം. സ്തോത്രം. അനുസരിക്കുമെങ്കിൽ, കീഴടങ്ങുമെങ്കിൽ, ഭൂമി വിട്ടുകൊടുക്കുമെങ്കിൽ, ഫലഭൂയിഷ്ടമാക്കുവാൻ, അന്ധകാരം മാറ്റുവാൻ, ഫലങ്ങൾ വെളിപ്പെടുത്തുവാൻ, എന്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, സ്തോത്രം, എന്റെ കർത്താവിന് കഴിയും. താഴ്വരയുടെ നടുവിൽ ചെന്ന് പ്രവാചകനോട് കർത്താവ് ചോദിച്ചു, ഉണങ്ങി വരേണ്ട അസ്ഥികളുടെ നടുവിൽ പ്രവാചകനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹോവ കർത്താവേ, നീ അറിയുന്നു എങ്കിൽ എന്റെ വചനം പ്രസ്താവിപ്പിൻ. വചനം കേട്ടപ്പോൾ അസ്ഥികൾ സൈന്യമായി മാറിയതുപോലെ ആമേ, പ്രവാചകന് ആത്മനിയോഗത്തോടെ എസെക്കിയേൽ 32:1 വായിച്ചേ. ആത്മാവിലാണ് അവനെ താഴ്വരയിലേക്ക് കൊണ്ടുവന്നത്. വായിച്ചേ 37:1, എസെക്കിയേൽ 37:1. അത് പറയുമ്പോഴും കിടക്കണം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. എന്റെ യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. ഓർത്തേ, അഭിഷിക്തനെ അയക്കുക. അസ്ഥികൾക്ക് ആരെ കാണാൻ കഴിയുന്നത്? അഭിഷിക്തനെ മാത്രം. കൈ വന്നതും ആത്മാവ് നയിച്ചതും അസ്ഥികൾക്ക് കാണുവാൻ കഴിയുന്നില്ല. ആത്മനിയോഗം വന്നത്, ആത്മാവിൽ എന്നെ കൊണ്ടുവന്നത് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ. സ്തോത്രം. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ, ദൈവനോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ, ശ്വാസം അവരിൽ വന്നു, ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ആത്മനിയോഗം നിന്റെ മേൽ വന്നിരിക്കുന്നതിന്റെ ഒരു രഹസ്യമുണ്ട് ദൈവത്തിലെ. നീ അറിയാത്ത വഴികളിലൂടെ, നീ ചിന്തിക്കാത്ത ഉയർച്ചകളിലേക്ക്, നീ അറിയാത്ത അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ ആത്മനിയോഗം നിന്റെ മേൽ കടന്നു വന്നപ്പോൾ പുറങ്കാലൂടെ തട്ടിക്കളഞ്ഞില്ല നീ. അവർക്കോ വരുവാൻ മനസ്സായില്ല, അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല. നീ ജയാളിയുടെ കൂട്ടത്തിൽ കാണാതിരിപ്പാൻ ശത്രു പറഞ്ഞു, നെവർ എവർ ഒബേ ഗോഡ്സ് വേർഡ് ഓഫ് ഗോഡ്. അവർക്കോ വരുവാൻ മനസ്സായില്ല. സ്തോത്രം. ഒന്ന്, ആത്മനിയോഗത്തിന്റെ വില നിനക്ക് മനസ്സിലായില്ല. 2, ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യം. ലൂക്ക് ചാപ്റ്റർ 14 17-20, 14-17 മുതൽ 20 വരെ. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസന്മാരെ അയച്ച് ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിനെന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 ഏർക്കാളയെ കൊണ്ടുവന്നിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ,
ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. രണ്ടാമത് ജേളിയാകാൻ തടസ്സം. അവർ ഓരോരുത്തർ എന്ത് പറയാൻ തുടങ്ങി? ഒഴിവുകൾ പറയാൻ തുടങ്ങി. എക്സ്ക്യൂസസ്. സമയമില്ല. 3 ക്യാരക്ടേഴ്സ് അവിടെ കാണിക്കുന്നു. നിലം ലവ് ഓഫ് ദ വേൾഡ്. ഈ എക്സ്ക്യൂസ് അവൻ പറയുന്നതിന്റെ കാരണം ദൈവത്തെക്കാൾ കൂടുതൽ അവൻ എന്തിനെയോ സ്നേഹിക്കുന്നു. ബ്രദറെ, പ്രയർ ഉണ്ട്, വരണം. ഈ സമയമില്ല, എനിക്ക് എൻ്റെ അങ്കിളിന്റെ വീട്ടിൽ എനിക്ക് അത്യാവശ്യം ഒന്ന് പോകണം. അവൻ പ്രാർത്ഥനയെക്കാൾ ദൈവത്തെക്കാൾ എന്തിനെയോ സ്നേഹിക്കുന്നു. സ്തോത്രം. 7 ദിവസം സമയമുണ്ടെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്, അല്ലെ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നത് ഈ ആരാധനയുടെ സമയത്തായിരിക്കും. ബിക്കോസ് he still love the world more than God. ബാക്കിയെല്ലാം മാറ്റിവെച്ചാലും ആരാധന നീ മാറ്റിവെക്കരുത്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് എക്സ്ക്യൂസ് പറയുന്നത്? യു ലവ് സംതിങ് മോർ ദാൻ ഗോഡ് ഇൻ ദിസ് വേൾഡ്. നിലം ലോകത്തോളം സ്നേഹത്തെ കാണിക്കുന്നു. 2 John chapter 15, 2 John chapter 2, 15-17 എന്ന് വായിച്ചേ. ലവ് ഓഫ് ദ വേൾഡിനെ കുറിച്ച് പറയുന്നു. ലവ് ഓഫ് ദ വേൾഡ്. എനിക്ക് കുറച്ച് പ്ലോട്ട് ഉണ്ട്. ലവ് ഓഫ് ദ വേൾഡിനെ കാണിക്കുന്നു. ഇടത്തോരണ്ട വേഗത്തിൽ വായിക്കണേ. 2 John chapter 2 verses 15. First John. അതില്ലേ ഫസ്റ്റ് ജോൺ നോക്ക്. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അടുത്ത വാക്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ജയാളി എന്നേക്കും നിലനിൽക്കുന്നു. If you have the love of the world, you will perish. But who is victorious, he will exist forever. ലോകത്തെ അങ്ങ് സ്നേഹമാ, വസ്തുവകളുടെ അങ്ങ് സ്നേഹമാ, ഈ ഭൂമിയിൽ അങ്ങ് നന്മ വാങ്ങിക്കൂട്ടണം എന്ന് അങ്ങ് ആഗ്രഹമാ, ഈ ഭൂമിയിൽ ഏതാണ്ട് വലിയ കോടീശ്വരനാകണം എന്ന ചിന്തയാ. അതുകൊണ്ട് അവന് സമയമില്ല. രണ്ടാമത് കാളെ കാണിക്കുന്നു. വർക്ക് ഹോളിക്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടേ? അതിന് ജോലിക്ക് പോണ്ടേ? ജോലി. ഈ ഭൂമിയിൽ ബിസിനസ്. ഇതുകൊണ്ട് ആമേൻ മറ്റ് കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നുണ്ട് നിനക്ക് ജയാളിയാകുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഒരു മണ്ട അങ്ങനെ വിളിക്കുക. ദൈവാത്മ പറയുന്നു, നീ ജോലിക്ക് പോകണമെങ്കിൽ നിന്റെ മൂക്കിൽ വരുന്ന ശ്വാസം നിന്റെ കമ്പനി തരുമോ? സ്തോത്രം. ആമേൻ. നീ ശമ്പളം വാങ്ങുമ്പോൾ രോഗങ്ങളും പീഡങ്ങളും വരാതെ ആ ശമ്പളം മുഴുവൻ നിന്റെ ജീവിതത്തിനുവേണ്ടി ഉപയോഗിക്കണമെങ്കിൽ, രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിന്റെ കമ്പനി സൂക്ഷിക്കുമോ? സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് പോകാൻ ആരോഗ്യം നിന്റെ കമ്പനി തരുമോ? അവിടെ ചെന്ന് കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ നിനക്ക് ബുദ്ധി ജ്ഞാനവും കമ്പനി തരുമോ? എല്ലാം ദൈവം നിനക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടല്ലേ രാവിലെ എഴുന്നേൽക്കുന്നതും പോകുന്നതും അധ്വാനിക്കുന്നതും. സ്തോത്രം. 1 Kings chapter 19 അതിന്റെ 19-20 ഒന്ന് വായിച്ചേ. ആ ഭാഗം ഒന്ന് വേഗത്തിൽ വായിച്ചേ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 19-20 വാക്യം. അങ്ങനെ അവൻ അവിടെ നിന്നും ഏലിയാവ് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാള പൂട്ടി കൊണ്ടിരുന്നു. അവൻ കണ്ടെത്തി കിടന്ന് അങ്ങനെ ജോലി ചെയ്ത് നിൽക്കുക. എന്താണിത്? ദൈവീയ വിളി അവന്റെ മേൽ കിടക്കുക. അവനിങ്ങനെ കാളെ പൂട്ടി നടക്കുക. അവനെപ്പോഴും ചിന്ത എന്താണ്? അവനിങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം. 12-ാമത്തേതിനു കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ, അഭിഷേകം അവന്റെ മേൽ പകർന്നു. ദൈവിക അഭിഷേകം പകരപ്പെട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എന്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം
ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. ആ അതിനവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക. ഇന്ന് പകൽക്കാല ദൈവാത്മ പറയുന്നു, ജോലിക്ക് പോകുവാൻ, ശമ്പളം വാങ്ങുവാൻ, അത് നല്ല രീതിയിൽ ആസ്വദിക്കുവാൻ, അതിൽ ഭക്ഷണം കഴിക്കുവാൻ, ആമേ നീ യാത്രകൾ നിന്നെ സൂക്ഷിപ്പാൻ ആമെ കരുതിയ ദൈവം നിനക്ക് വേണ്ടി എന്താ ചെയ്തെന്ന് ഓർത്തിട്ട് ആമെ ജോലി ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ അതിലുപരിയായി നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ ഇന്ന് പകൽക്കാല ദൈവാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. ജോലി നിന്റെ ഭൂമിയിലെ ഒരു എക്സിസ്റ്റൻസ് മാത്രമാ. നീ ഇറങ്ങി വാ ദൈവത്തിന് വേണ്ടി. നിന്റെ കഴിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും ശക്തി കൊണ്ടും ആരോഗ്യം കൊണ്ടും നിനക്കൊന്നും നേടുവാൻ കഴിയില്ല. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങി വാ. സ്തോത്രം. മൂന്നാമതൊരുത്തം പറഞ്ഞു, ഞാനിപ്പോ എന്ത് കല്യാണം കൊണ്ട് കഴിച്ചതേ ഉള്ളൂ. ലവിങ് വേൾഡ്ലി റിലേഷൻസ് മോർ ദാൻ ഗോഡ്. അപ്പനും അമ്മ എന്ത് വിചാരിക്കും, ഭാര്യ എന്ത് വിചാരിക്കും, സഹോദരങ്ങൾ എന്ത് വിചാരിക്കും, മക്കൾ എന്ത് വിചാരിക്കും? 6 അടി മണ്ണിൽ മണ്ണ് വാരിയിട്ട് ഇവര് മടങ്ങിപ്പോകുമെന്ന്. ബന്ധനങ്ങളാകുന്നു നിനക്ക് ജയാളിയായി തീരാതിരിപ്പാൻ. സ്തോത്രം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യം വായിച്ചേ. മാത്യു 19:29. എന്റെ നാമം നിമിത്തം വായിച്ചു. വീടുകളെയോ സഹോദരന്മാരെയോ, വീട്, സഹോദരങ്ങൾ, സഹോദരികൾ, അപ്പനെയോ, അപ്പൻ, അമ്മയെയോ, അമ്മ, മക്കളെയോ, മക്കൾ, നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. വിട്ട് കളയേണ്ടി വരും. If you are a real victorious person, if you are traveling in a victorious path, എല്ലാം നിനക്ക് വിടേണ്ടി വന്നാലും ക്രിസ്തുവിനെ വിടാത്തവനാണ് ജയാളി. ഇവിടെ നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് മുഴുവൻ 100 മടങ്ങ്. വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ശക്തമായി പരിശുദ്ധാത്മ ഇടപെട്ടുകൊണ്ടിരിക്കുക. പരാജയപ്പെട്ടെന്ന് പകൽ കിടക്കുന്ന ചിലരെ ജയാളിയാക്കി കാണുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ആ നിയോഗം ഇന്ന് പകൽക്കാലം തിരിച്ചറിയേ. വിട്ടുകളയാത്തവനെ അവൻ നിത്യജീവനെയും അവകാശമാക്കും. സ്തോത്രം. Maybe you are losing many things, but you are not a loser. You are a victorious person. നീ തോറ്റവനല്ല, ജയാളിയ. ദൈവത്തെക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ മറ്റൊന്നിനെ നീ സ്നേഹിച്ചാലും നിനക്ക് ജയാളിയാകുവാൻ കഴിയുകയില്ല. സ്തോത്രം. മൂന്നാമത് മാത്യു 22 വേഗത്തിലാണ്, സമയം കഴിഞ്ഞു വന്നു. മത്തായി 22-ാം അധ്യായം, മാത്യു 22:8-10 വായിച്ചേ. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. 11-12. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അനേകർ യോഗ്യരായി മാറാതിരുന്നപ്പോൾ ഞാനും നിങ്ങളും യോഗ്യരായി മാറി. യോഗ്യരായിട്ടല്ല മാറിയത്, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ, അവന്റെ കരുണയ്ക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീണ്ട 19 വർഷം ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞ് നടന്നിട്ടും എന്നെ തള്ളിക്കളയാത്ത ദൈവത്തിന് ഞാൻ നന്ദി പറയുക. സ്തോത്രം. മൂന്നാമത്തെ നീ ജയാളിയായി തീരാത്തതിന്റെ കാരണം, നിന്നെ ഈ ക്രിസ്തുവിനാക്കുവാൻ ദൈവം നിന്നോട് കാണിച്ച കൃപയുടെ വലിപ്പം നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ട്. നിന്റെ സ്വഭാവം നോക്കിയാൽ, നിന്റെ പാരമ്പര്യം നോക്കിയാൽ, നിന്റെ പാപങ്ങൾ നോക്കിയാൽ, നിന്റെ വിശ്വസ്തത നോക്കിയാൽ ആമേൻ തള്ളിക്കളയേണ്ടവനാ നീ. ഒരിക്കൽ പോലും എലിജിബിൾ ആകാത്തവനാ നീ. എന്നാൽ ക്രിസ്തുയേശുവിന്റെ നിയമരക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ച് മകനെന്ന പദവിയിലാക്കി തീർത്തിട്ട്, കല്യാണശാലയിൽ എത്തിച്ചേർന്നിട്ട്, ആമേൻ ക്രിസ്തുവിലായിട്ട് പൂർണ്ണമായി വിട്ടുകൊടുക്കാത്തവനെ, നിന്നെ തേടി ഒരു സന്ദർശനം വരുന്നതിന് മുമ്പ്, രാജാവ് ഇറങ്ങി വരുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടുവാൻ കർത്താവ് പറയുകയാണ്.
കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അകത്ത് കയറ്റുകയില്ല. കയറിയപ്പോൾ വസ്ത്രമുണ്ടായിരുന്നു, പക്ഷേ അകത്ത് വന്ന് വസ്ത്രം നഷ്ടപ്പെട്ടു, ഊരിക്കളഞ്ഞു, വേണ്ട എന്ന് വെച്ചു, മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ രാജാവിന്റെ സന്ദർശനമുണ്ട്. നിന്റെ വാക്ക് മുട്ടിപ്പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് അകത്ത് വന്നെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിലെ നീ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട. എന്താ പ്രശ്നം എന്നറിയാമോ? അതിന്റെ 13-ാം വാക്യം, അതാ പ്രശ്നം പറയാമോ? 13-ാം വാക്യം ഒന്ന് വായിച്ച് 22:13. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം അറിയാമോ? പിശാചി കെട്ടിയവനെ ദൈവം അഴിക്കും. ദൈവം കെട്ടിയാൽ പിന്നെ അഴിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നാടൻ ഭാഷ പറഞ്ഞാൽ പെന്തക്കോസ്തിൽ വന്നുവെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ദൈവത്തിനെ ജീവിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ കെട്ടും. ദൈവം നിന്നെ കെട്ടും. അതിനു മുമ്പ് നീ മാനസാന്തരപ്പെട. പിന്നെ നിന്നെ വിടുവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് സമയമുണ്ട്. ഇന്ന് today there's a time. Today is an opportunity. Praise God. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം വായിച്ചേ. മാത്യു 26:33-35. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. ഭയങ്കര കാര്യം പറഞ്ഞു. ഞാൻ ക്രിസ്തുവിൽ എത്തിയിരിക്കുന്നു, ഒരു നാളും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. 26-ന്റെ 75-ാം ലാസ്റ്റ് വാക്യം, 75-ാം വാക്യം വായിച്ചേ. എന്നാറെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. 3 പ്രാവശ്യവും തള്ളിപ്പറഞ്ഞു. പക്ഷേ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞ വാക്കോർത്ത് പത്രോസ് മാനസാന്തരപ്പെട്ടു. ഇനി 27-ാം അധ്യായം 3-5 വാക്യം ഒന്ന് വായിച്ചേ. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട അനുദപിച്ചു. യൂദയും ഒറ്റിക്കൊടുത്തു. യൂദയും എന്ത് ചെയ്തു? അനുദപിച്ചു. ഇവിടെ ശ്രദ്ധിക്കണമേ, പത്രോസ് തള്ളിപ്പറഞ്ഞു, യൂദ ഒറ്റിക്കൊടുത്തു. ക്രിസ്തുവിൽ വന്നിട്ടും അവർ ക്രിസ്തുവിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. ക്രിസ്തുവിന്റെ ഹിതപ്രകാരം അല്ലാതെ ജീവിച്ചു. രണ്ടുപേരെയും പഠിക്കണമേ. പത്രോസ് റിപ്പന്റ് ചെയ്തു, യൂദയും റിപ്പന്റ് ചെയ്തു. അവിടെ വാക്യം വായിച്ചേ. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്താ, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞ് ചെന്ന് കെട്ടി ഞാൻ ചത്തുകളഞ്ഞു. പത്രോസ് റിപ്പന്റ് ചെയ്തു, യൂദായി റിപ്പന്റ് ചെയ്തു. റിപ്പന്റ് ചെയ്ത പത്രോസ് യേശുവിൽ മടങ്ങിച്ചെന്നു. റിപ്പന്റ് ചെയ്ത യൂദ യേശുവിൽ മടങ്ങിയില്ല. പത്രോസ് ജീവിച്ചു, അനേകരെ ജീവിപ്പിച്ചു. യൂദ മരിച്ചു, അവിടെ അവസാനിച്ചു. നമ്മുടെ പ്രശ്നം എന്തറിയാമോ? പലപ്പോഴും നമുക്കറിയാം, ക്രിസ്തുവിൽ വന്നിട്ടും ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലല്ല ഞാൻ ജീവിക്കുന്നതെന്ന് അറിയാം. പലപ്പോഴും റിപ്പറ്റൻസ് നടക്കുന്നുള്ളൂ, പക്ഷേ ആക്ഷൻ ഇല്ല, മടങ്ങി ചെല്ലുന്നില്ല. ഒരു ആത്മമരണമാണ് നിനക്ക് കാത്തിരിക്കുന്ന അറിഞ്ഞുകൊണ്ട് രാജാവ് സന്ദർശിച്ചിറങ്ങുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അകത്തെ ഇരുട്ടിലും കൈകാൽ കെട്ടി നിന്നെ തള്ളിക്കളയുമെന്ന് നീ ഓർത്തുകൊള്ളുക. ഇന്ന് പകൽ മാനസാന്തരപ്പെടുവാൻ ദൈവാത്മാവ് പറയുകയാണ്. ഇന്ന് നീ മാനസാന്തരപ്പെട്ടാൽ, ഇന്ന് നീ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നാൽ ജയാളിയുടെ പക്ഷത്ത് നീ ആയിത്തീരും. എന്തിനെന്നറിയാമോ? ഒരു യോഗ്യതയുമില്ലാതെ നിന്റെ മേൽ യോഗ്യനാക്കി മാറ്റിയ ദൈവകൃപയുടെ വില നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്. ജയിക്കുന്നവൻ എന്നോട് കൂടെ. ആരാണ് ജയിക്കുന്നത്? എൻ്റെ മേൽ പകരുന്ന, എൻ്റെ മേൽ പിന്തുടരുന്ന ആ പരിശുദ്ധാത്മ നിയോഗത്തിന്റെ വില തിരിച്ചറിയുന്നവൻ ജയാളിയായി മാറും. ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നിനെയും സ്നേഹിക്കാത്തവൻ ജയാളിയായി മാറും. ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും
എന്നെ യോഗ്യനാക്കി തീർത്ത ആ ദൈവത്തിന്റെ കൃപയുടെ ആഴവും വലിപ്പവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവൻ ജയാളിയായി മാറും. ഇന്ന് പകലിൽ നിന്നോട് ദൈവാത്മാവ് സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് ബിക്കോസ് ഒഴിവഴി പറയുന്ന എക്സ്ക്യൂസ് പറയുന്നവർ. വചനപ്രകാരമുള്ള ജീവിതത്തിലേക്ക്, ജയാളികളുടെ കൂട്ടത്തിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നെ വിളിക്കുകയാ. കം ബാക്ക് ടു മീ. മാനസാന്തരപ്പെട്ട് കരഞ്ഞാൽ പോരാ, മടങ്ങി വാ, മകനെ പോലെ മകളെ പോലെ. ജയിക്കുന്നവൻ എന്നോട് കൂടെ.